വിരട്ട് കൈ വെച്ചാ മതി എന്ന് കേന്ദ്രത്തോട് ക്രിസ്ത്യൻ സഭകൾക്ക് വലിയൊരു സല്യൂട്ട്. കാര്യം ഇതേപോലുള്ള ആത്മീയ നേതാക്കൾ എണീച്ചു നിന്ന് സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന കാണുന്നത് ഒരു വലിയ ആവേശമാണ്. കാരണം ആരെയും മുമ്പ് വഖഫിനെയും മുസ്ലിങ്ങളെയും തേടി വന്നപ്പോൾ നമ്മളിൽ പലരും പ്രതികരിച്ചില്ല. കാര്യം നമ്മൾ മുസ്ലിങ്ങളായിരുന്നില്ല. ഇപ്പോ ക്രിസ്ത്യാനികളെയും അവരുടെ സ്വത്തിനെയും FCRA വഴി തേടി വരുമ്പോൾ നമ്മളിൽ പലരും പ്രതികരിക്കില്ല. കാരണം നമ്മൾ ക്രിസ്ത്യാനികളല്ല. നാളെ പലപ്പോഴും ദളിതനെയും പിന്നോക്കക്കാരനെയും അവന്റെ റിസർവേഷനെയും തേടി വരുമ്പോൾ നമ്മൾ പ്രതികരിക്കില്ല. കാരണം നമ്മൾ ദളിതനും റിസർവേഷൻ മേടിക്കുന്നവനുമല്ല. അവസാനം അവർ നമ്മളെ തേടി വരുമ്പോൾ പ്രതികരിക്കാൻ ആരും ബാക്കി ഉണ്ടാകില്ല എന്ന് നെയ്മുള്ളറുടെ വാക്കുകൾ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് കടമെടുത്ത് പറയാമെങ്കിൽ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ദ്രോഹിക്കാൻ കൊണ്ടുവന്നൊരു സാധനമാണ് FCRA. ഇത് രഹസ്യമൊന്നുമല്ല. ഇത് അവതരിപ്പിച്ച നിത്യാനന്ദരെ വളരെ പച്ചയ്ക്ക് തന്നെ അവതരിപ്പിച്ചപ്പോൾ നിർബന്ധിത മതപരിവർത്തനം ചെയ്യുന്നവരെ കൊടുക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നതെന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിർബന്ധിത മതപരിവർത്തനം ചെയ്യുന്നവർക്കല്ലേ? ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദ് പോലൊരു നമ്പറാണ്. അതായത് എല്ലാ ക്രിസ്ത്യാനിയെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ഉള്ളൊരു നമ്പറാണ്. ഇതിനെക്കുറിച്ചൊരു സീരിയസ് റിഫൈൻഡ് ആയ ഡിബേറ്റ് ഒക്കെ മഹാത്മാഗാന്ധി അടക്കമുള്ളവർ പറയുന്നുണ്ട്. കാര്യം ഗാന്ധിജി പറയുന്നത് പോലെ അല്ലല്ലോ തീവ്ര ഹിന്ദുത്വവാദികൾ ഇത് കൊണ്ടുവരുന്നത്. മഹാത്മാഗാന്ധി വളരെ പണ്ഡിതോചിതമായി നിർബന്ധിത മതപരിവർത്തന നിരോധനത്തിന് നമുക്ക് പാടില്ല, എല്ലാ വിശ്വാസങ്ങളും ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷേ തീവ്ര ഹിന്ദുത്വ പക്ഷത്ത് നിന്ന് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ദ്രോഹിക്കാൻ, മുസ്ലിങ്ങളെ വഖഫിലൂടെ ക്രിസ്ത്യാനികളെ FCRയിലൂടെ ദ്രോഹിക്കാൻ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ പടപൊരുതുകയും പോരാടാൻ ഒരുങ്ങുന്നത് ആശ്വാസമാണ്. അങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പോരാട്ടം കാരണം താൽക്കാലികമായിട്ട് FCRA നിയമം മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ദുഃഖവെള്ളിയുടെ പ്രസംഗത്തിൽ നമ്മുടെ പള്ളിയിലച്ചന്മാർ അതിനെതിരെ ആഞ്ഞടിച്ചത് വളരെ സ്വാഗതം നൽകുന്ന സ്വാഗതാർഹമായ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാര്യം ഒരു കാര്യമില്ലാതെ ക്രിസ്ത്യാനികളെ ദ്രോഹിക്കുകയാണ്. അതാണ് ഇതിലെ പോയിന്റ്. ഇതിനൊന്നും ഒരു പോയിന്റും ഇല്ല. അതാണ് പ്രധാന കാര്യം. ഞാനപ്പോൾ അതിലെ നമുക്ക് ആ വാർത്തകളും കൂടി കാണാം, പള്ളിയിലച്ചന്മാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. വളരെ നല്ലതുമാണ്. സൂചിപ്പിച്ച ക്രൈസ്തവ മതമേലധ്യക്ഷർ ഇന്ത്യയിൽ ഇനിയും സുവിശേഷം പ്രസംഗിക്കുമെന്നും ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്നും താമരശ്ശേരി ബിഷപ്പ്മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. ഉറപ്പായിട്ടും ഇന്ത്യയിൽ ഇനിയും സുവിശേഷവും ബൈബിളും അടക്കമുള്ള എല്ലാം പ്രസംഗിക്കണം. സുവിശേഷത്തിനും ബൈബിളിനും ഖുറാനും ഭഗവത്ഗീതയ്ക്കും രാമായണത്തിനും ബുദ്ധിസ്റ്റ് ധമ്മപദയ്ക്കും ജൂത തോറയ്ക്കും എല്ലാം നിലനിൽക്കാൻ കഴിയുന്ന, ഫ്ലറിഷ് ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ് നമ്മുടെ ഭാരതം, ഇന്ത്യ. ഭൂരിപക്ഷ ധാർഷ്ട്യം ന്യൂനപക്ഷ അവകാശങ്ങൾ ഇല്ലാതാക്കരുതെന്ന് തലശ്ശേരി അതിരു. ആ ഹിന്ദുത്വ ധാർഷ്ട്യം, ഭൂരിപക്ഷ ധാർഷ്ട്യമല്ല, ഈ തീവ്ര ഹിന്ദുത്വ ധാർഷ്ട്യം, അതിന് നമ്മൾ ഹിന്ദുക്കൾക്കും ദ്രോഹമാണ്. ആ തീവ്ര ഹിന്ദുത്വ ധാർഷ്ട്യമാണ് മഹാത്മാഗാന്ധിയെ കൊന്നത്. അതുകൊണ്ട് അത് ക്രിസ്ത്യൻ സഭകൾക്കും മുസ്ലിങ്ങൾക്കും മാത്രമല്ല, നമ്മൾ ഹിന്ദുക്കൾക്കും ദ്രോഹമാണ്. ജോസഫ് പാമ്പളാനി പറഞ്ഞു, മിഷണറിമാർ ആക്രമിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ വ്യക്തമാക്കി. ഭൂരിപക്ഷത്തിന്റെ ധാർഷ്ട്യം കൊണ്ട് തീവ്ര ഹിന്ദുത്വവാദികൾ, ഞാനൊക്കെ ഭൂരിപക്ഷമാണ്, ഹിന്ദുവാണ്. പക്ഷെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അവർക്ക് അവരുടേതായ ഒരു എക്കോസിസ്റ്റവും അജണ്ടയുണ്ട്. അതാണ് അതിലെ പ്രശ്നം. ആ എക്കോസിസ്റ്റത്തിൽ നിന്നാണ് ഈ തീവ്ര സ്വരക്കാർ പലപ്പോഴും ഇത്തരം ആംഗിളുകൾ കൊണ്ടുവരുന്നത്. BJPയിലെ എല്ലാവരും അങ്ങനെ തീവ്ര ഹിന്ദുത്വവാദികളാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഒരുപാട് മതസൗഹാർദ്ദത്തിന്റെ പാതയിൽ പോകുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. ശ്രീരാമുള്ള സാറിനെ പോലെയും ഒക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി പോലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഈ തീവ്ര ഹിന്ദുത്വ ലൈൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. എന്ന് ചിന്തിക്കുക, കുറ്റം ആരോപിക്കുക, ആരോപണത്തിന്റെ പേരിൽ ബുൾഡോസർ കൊണ്ടുവന്ന് ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയെടുക്കും. ആ ബുൾഡോസറിനെ കുറിച്ച് പറയാൻ പാമ്പളാനി പിതാവിന് യേശു ക്രിസ്തുവാണ് ധൈര്യം കൊടുക്കുന്നത്. കാര്യം ബുൾഡോസർ ആരാ ചെയ്യുന്നതെന്നല്ല എനിക്കറിയാം. നമുക്കറിയാം, നമ്മുടെ UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും മോശകരമായ രീതിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, അവിടെ പ്രത്യേക വിശേഷ മുസ്ലിങ്ങൾക്ക് നേരെയാണ് ഈ ബുൾഡോസർ പ്രയോഗം നടത്തുന്നത്. അതിന്റെ പേരിൽ കോടതി വ്യവഹാരങ്ങൾക്കൊന്നും നിൽക്കാതെ വിധി നടപ്പിലാക്കുന്നത്, അധികാരം ഉയർത്തുന്നത് ഒടുങ്ങാത്ത പകയുടെ വഴികളാണ്. സഹനങ്ങളുടെ മുമ്പിൽ തളരാത്ത ഒരു റോമൻ സഭ ഇന്ന് നമ്മുടെ മുൻപിൽ ശക്തിയോടുകൂടെ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. ഈ ഭാരതത്തിൽ ഇനിയും നമ്മൾ സുവിശേഷം പ്രസംഗിക്കും. നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. കാരണം ആകാശത്തിന് കീഴിൽ നമ്മുടെ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് ഉറക്കെ നമുക്ക് പ്രഘോഷിക്കാൻ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കും. നമ്മൾ ആരുടെയും മുമ്പിൽ തല കുനിക്കുകയില്ല.
ഒരിക്കലും അങ്ങനെ തല കുനിക്കാൻ പാടുകയില്ല. കാര്യം തല കുനിക്കാൻ പാടില്ല. കാര്യം ഞാൻ അടക്കമുള്ള എൻ്റെ മുത്തശ്ശി പഠിച്ചത് ക്രിസ്ത്യൻ വിദ്യാലയങ്ങളിലാണ്, അമ്മ പഠിച്ചത് ക്രിസ്ത്യൻ കോളേജിലും സെയിന്റ് ആൻസിലും ഒക്കെയാണ്. ഞാൻ പഠിച്ചത് ഒരു ജീവിതത്തിലെ ഒരുപാട് ഭാഗം ക്രൈസ്തവരിലും YMC അടക്കമുള്ള യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ അടക്കമുള്ള പ്രസ്ഥാനങ്ങളിലാണ്. എൻ്റെ മോൻ പഠിക്കുന്നത് സെന്റ് തോമസ് അടക്കമുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇന്ത്യയുടെ മഹത്തരമായ പാരമ്പര്യമാണ്. ആ പാരമ്പര്യമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മുടെ കാതോലിക്ക ബാവ, കറക്റ്റ് അങ്ങനെയാണ്, കഴിഞ്ഞ പ്രാവശ്യം പ്രൊനൗൺസിയേഷൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. കാതോലിക്ക ബാവ എന്നാണ് പറയേണ്ടത്. അദ്ദേഹവും അതിശക്തമായി ആരെയും ഭയമില്ല, കേന്ദ്രത്തെ ഭയമില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞ് ആരെയും ഭയമില്ല, യേശു ക്രിസ്തുവിനെ ദൈവത്തെ മാത്രമാണ് ഞങ്ങൾക്ക് ആ രീതിയിൽ ആദരവുള്ളത്. ഇന്ത്യയിലും നമുക്കും നമ്മുടെ വിശ്വാസത്തിനും വളരെയധികം ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ സമയമാണ്. കന്യാസ്ത്രീകളും വൈദികരുമൊക്കെ പലപ്പോഴും പലയിടത്തും ക്രിസ്ത്യാനികളാകുന്നു എന്നുള്ളതിന്റെ പേരിൽ അടിയേൽക്കുന്നതും ദണ്ഡനമേൽക്കുന്നതും ഒക്കെ TV മുഖാന്തരം നമ്മളൊക്കെ കാണുന്നുണ്ട്. ഇത് വ്യാപിച്ച് വർദ്ധിച്ചു വന്നാൽ എനിക്കും നിങ്ങൾക്കും എല്ലാം ഈ ഭീഷണി ഉണ്ടാവും. പക്ഷെ അവിടെയെല്ലാം ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ എനിക്ക് യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല എന്ന് ധൈര്യമായും പറയുവാൻ, ഞാൻ യേശു ക്രിസ്തുവിനെ ആരാധിക്കും, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമെന്ന് ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസ ബോധ്യം ഉറപ്പാണ്. അതിന് പിതാവിന് നന്ദി. അതേപോലെ പോരാട്ടത്തിൽ ഇറങ്ങിയതാണ് അയ്യപ്പന് വേണ്ടി. സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ തെറ്റായ വിധിന്യായം വന്നപ്പോൾ ഞാൻ അയ്യപ്പ വിശ്വാസിയാണ്, അയ്യപ്പന്റെ വിശ്വാസത്തിന്, സംസ്കാരത്തിന്, ആത്മീയതയ്ക്ക് വേണ്ടി പോരാടും എന്ന് പറഞ്ഞിറങ്ങിയാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും. തീവ്ര ഹിന്ദുത്വവാദികളല്ല, നല്ല ഹിന്ദുക്കൾ, ഗാന്ധിയെ പിന്തുടരുന്ന, വിവേകാനന്ദനെ പിന്തുടരുന്ന ഹിന്ദുക്കൾ, അതേപോലുള്ള നല്ല ക്രിസ്ത്യാനികളും നല്ല മുസ്ലിങ്ങളും നമുക്ക് നല്ല ഹിന്ദുക്കളും അവരൊരുമിച്ച് നിന്ന് പോരാടണം. ഏത് പീഡയും നേരിടുവാനുള്ള ധൈര്യം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കും അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നു. അത് നമ്മൾ ഓർത്തിരിക്കണം. നമുക്ക് സ്ലീബ ആഘോഷത്തിന്റെ ശക്തി, അതിനെ നേരിടുവാനുള്ളതായിരിക്കുന്ന ശക്തി ദൈവം തമ്പുരാൻ നമുക്ക് തരും. കാരണം സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. നമുക്ക് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിലേക്ക് വളരണമെങ്കിൽ ഏത് തരത്തിലുള്ള പീഡനങ്ങളും സഹിക്കാൻ നാം തയ്യാറായെങ്കിലേ സാധിക്കുകയുള്ളൂ. പലതരത്തിലുള്ള പീഡനങ്ങളെ അതിജീവിച്ചുകൊണ്ട് വളർന്നതായ ചരിത്രമാണ് ക്രിസ്തീയ സഭയ്ക്കുള്ളത്. അതാരെയും ഭയപ്പെടുന്നില്ല. അതിനാകെ ഭയം ക്രിസ്തുവിനെ മാത്രമേ ഉള്ളൂ. ആ ലോകത്തിൽ ഒരു മനുഷ്യനെയും ഭയപ്പെടില്ല, ഒരു ജാതിയെയും ഭയപ്പെടില്ല, ഒരു വ്യവസ്ഥിതിയെയും ഭയപ്പെടില്ല, ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയും ഏതൊരു ഭരണത്തെയും അതിന് ഭയമില്ല. ആരെ ഉദ്ദേശം മനസ്സിലായല്ലോ. അത് ക്രിസ്തുവിനെ മാത്രമേ ഭയമുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഏത് യാതനയും അനുഭവിക്കുവാൻ നാം തയ്യാറാകേണ്ട കാലമായിരിക്കുന്നു എന്നുള്ളത് നാം എല്ലാവരും ഓർത്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സ്ലീബ ആഘോഷത്തിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുള്ളൂ. ആ രീതിയിൽ അങ്ങനെ വളരെ ശക്തമാണ്. നമുക്ക് നേരെ അനീതി വരുമ്പോൾ, ക്രിസ്ത്യാനികൾക്ക് നേരെ അനീതി വരുമ്പോൾ നമ്മൾ അവരോടൊപ്പം നിൽക്കണം. മുസ്ലിങ്ങൾക്ക് നേരെ അനീതി വരുമ്പം നമ്മൾ അവരോടൊപ്പം നിൽക്കണം. ഹിന്ദുക്കൾക്ക് നേരെ അനീതി വരുമ്പം അവർ നമ്മളോടൊപ്പം നിൽക്കണം. അങ്ങനെ നമ്മൾ ഹിന്ദുക്കൾക്ക് വളരെ അനുകൂലമായി ക്രിസ്ത്യൻ സഭകളും മുസ്ലിം സമുദായ സംഘങ്ങളും നിന്ന വിഷയമാണ് ശബരിമല. ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ നമ്മുടെ സഹോദര സമുദായങ്ങളെ, ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ, അല്ലെങ്കിൽ എല്ലാ വിശ്വാസങ്ങളെയും അവരോട് ചേർന്ന് നിൽക്കാനും അവരുടെ പോരാട്ടത്തിനും അവരുടെ നന്മയ്ക്കും ധർമ്മത്തിനും നമ്മളാൽ കഴിയുന്ന ഊർജം പകരാൻ തീർച്ചയായിട്ടും കഴിയട്ടെ. കാതോലിക്ക ബാവയ്ക്ക്, പാമ്പ്ലാനി പിതാവിന്, അല്ലെങ്കിൽ ഒരുപാട് ഞാൻ എല്ലാ പിതാക്കന്മാരുടെയും പ്രധാന പ്രസംഗങ്ങളും മറ്റുമൊക്കെ എടുത്തു വെച്ചു. സഭയെ പീഡിപ്പിക്കുന്നവരില്ലാതാകുമെന്ന് ബിഷപ്പ് റെമിജോസ് ഇഞ്ചാനിയിൽ അടക്കമുള്ള എല്ലാവരുടെയും പ്രസ്താവനകൾ കേട്ടു. ആ പോരാട്ട വീര്യത്തിന് വലിയ പ്രണാമം. യേശു ക്രിസ്തുവിന്റെ പാതയിൽ, മഹാത്മാഗാന്ധിയുടെ പാതയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഗോഡ് ബ്ലെസ്.